മണ്ഡലകാലം ആരംഭിച്ച് 29 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ വരുമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വരുമാനത്തിൽ വലിയ വർധനവ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണത്തിനും കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഇതിനോടകം 22,67,956 ഭക്തരാണ് ദർശനം നടത്തി കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ഇതേ സമയമെത്തിയ തീർത്ഥാടകരെക്കാൾ 4,51,043 പേർ കൂടുതലാണിത്. 29 ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ച ആകെ വരുമാനം 163,89,20,204 രൂപയാണ്. ഇതിൽ അരവണയുടെ വിറ്റുവരവ് മാത്രം 82,67,67,50 രൂപയാണ്. കാണിക്കയിൽ നിന്നുള്ള വരുമാനം 52,27,00,000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച വരുമാനത്തേക്കാൾ 22,76,22,481 രൂപ ഇത്തവണ അധികമുണ്ടായി. അരവണ വിറ്റുവരവ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 65,24,47,320 രൂപയായിരുന്നപ്പോൾ ഈ വർഷം 17,41,19,730 രൂപയാണ് വർദ്ധിച്ചത്. കാണിക്കയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച തുകയേക്കാൾ 8.35 കോടി രൂപ അധികമെത്തി. തിരക്ക് എങ്ങനെയുണ്ട്? വളരെ കൂടുതലായിട്ട് തോന്നുന്നില്ല, എന്നാലും മിനിമം തിരക്കുണ്ട്. വലിയ തിരക്കെന്ന് പറയത്തക്ക തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. താഴേന്ന് നല്ല മലകയറ്റമുണ്ട്, തിരക്കുണ്ട്. മലകയറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഗമമായിട്ട് ഈ വർഷം നല്ല രീതിയിൽ കയറാനായിട്ട് സാധിച്ചു, കുഴപ്പമില്ലായിരുന്നു. നല്ല സുഖമായിട്ട് നല്ലതായിട്ട് സുഖമായിട്ട് കയറാൻ പറ്റി. നല്ല സന്തോഷം. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു, കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യക്കാട്ടും കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചുകൂടെ നല്ല ഇതായിരുന്നു. ഒരു പ്രശ്നങ്ങളുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാം സുഖമായിരുന്നു, അവർക്കെല്ലാം നല്ല സുഖമായിരുന്നു. അല്ല, രണ്ടാമത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ദർശനമായിട്ട് നല്ല സുഖമായിട്ടാണ് കയറുന്നത്, കുഴപ്പമൊന്നുമില്ല. നല്ല അനുഭവം. കുഴപ്പമില്ലായിരുന്നു, നല്ലപോലെ കയറാൻ പറ്റി. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകും. തിരക്ക് കൊണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. വൈകിട്ടായതുകൊണ്ട് അതിൻ്റെതായ തിരക്ക് കുറവുണ്ട്. ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ഇതിനോടകം തന്നെ 52,011 പേർ ദർശനം നടത്തി കഴിഞ്ഞു. തത്സമയ ബുക്കിങ്ങിലൂടെ 12,680 പേരും ദർശനം നടത്തി കഴിഞ്ഞു. ഇന്ന് കാലാവസ്ഥയും പൊതുവെ അനുകൂലമാണ്, മഴ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ ഭക്തരും അവർക്കെല്ലാവർക്കും തന്നെ സുഗമമായിട്ടുള്ള സുഖ ദർശനം തന്നെയാണ് ലഭിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.